അനുഗ്രഹത്തിന്റെ വലിയ പ്രവാഹം ആകാശമണ്ഡലങ്ങളിൽ നിന്നും വർഷിക്കുന്ന സുന്ദരമായ ദിനരാത്രങ്ങളിലൂടെ നാം സഞ്ചരിക്കുകയാണ്. പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ പത്തായ റഹ്മത്തിന്റെ പത്ത് നമ്മിൽ നിന്നും വിട പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മൾ എത്രമേൽ സജ്ജരായിരുന്നു എന്ന് നാം ഓരോരുത്തരും പുനഃപരിശോധന നടത്തൽ അനിവാര്യമായ ഘടകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രിയപ്പെട്ട പ്രവാചകൻ നമ്മോട് പറഞ്ഞല്ലോ, നിങ്ങൾ ഓരോരുത്തരും ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എങ്കിൽ റബ്ബ് തആല നിങ്ങൾക്ക് കരുണ കാണിക്കും. നിങ്ങൾക്ക് കരുണ കിട്ടാനുള്ള ഏക വഴിയെന്ന് പറഞ്ഞാൽ അത് ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ പരിസരത്തുള്ളവർ, അയൽവാസികൾ, നാട്ടുകാർ, എത്രയോ ആയിരക്കണക്കിനായ ആളുകൾ ദിനേന പട്ടിണിയിലായി യാചിച്ചു കഴിഞ്ഞുകൂടുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും ഈ പരിശുദ്ധ റമദാനിൽ അവരെ കൂടി ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ട സഹകരണങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്തിനെ കരസ്ഥമാക്കാൻ നമ്മൾ തയ്യാറാവുക. അനുഗ്രഹത്തിന്റെ വലിയ പ്രവാഹം ആകാശമണ്ഡലങ്ങളിൽ നിന്നും വർഷിക്കുന്ന സുന്ദരമായ ദിനരാത്രങ്ങളിലൂടെ നാം സഞ്ചരിക്കുകയാണ്. പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ പത്തായ റഹ്മത്തിന്റെ പത്ത് നമ്മിൽ നിന്നും വിട പറയാൻ ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മൾ എത്രമേൽ സജ്ജരായിരുന്നു എന്ന് നാം ഓരോരുത്തരും പുനഃപരിശോധന നടത്തൽ അനിവാര്യമായ ഘടകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രിയപ്പെട്ട പ്രവാചകൻ നമ്മോട് പറഞ്ഞല്ലോ, നിങ്ങൾ ഓരോരുത്തരും ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എങ്കിൽ റബ്ബ് തആല നിങ്ങൾക്ക് കരുണ കാണിക്കും. നിങ്ങൾക്ക് കരുണ കിട്ടാനുള്ള ഏക വഴിയെന്ന് പറഞ്ഞാൽ അത് ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ പരിസരത്തുള്ളവർ, അയൽവാസികൾ, നാട്ടുകാർ, എത്രയോ ആയിരക്കണക്കിനായ ആളുകൾ ദിനേന പട്ടിണിയിലായി യാചിച്ചു കഴിഞ്ഞുകൂടുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും ഈ പരിശുദ്ധ റമദാനിൽ അവരെ കൂടി ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ട സഹകരണങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്തിനെ കരസ്ഥമാക്കാൻ നമ്മൾ തയ്യാറാവുക.